ജിസേൽ എവിക്റ്റ് ആകാൻ പോകുകയാണെന്നുള്ളത് ഇപ്പം 100% എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് ഇത് ഫെയർ അല്ല, ഇത് അങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഇത് ബിഗ് ബോസ് ചതിക്കുകയാണ്, ഇവിടെ സാബുമാനൊക്കെ ഉള്ളപ്പം ഇവിടെ ജിസേൽ എങ്ങനെ പോകണം, അത് ഒരിക്കലും ഫെയർ അല്ല എന്ന് പറയുന്ന ഒരുപാട് കമന്റ്സുകൾ കണ്ടു. ഇതേ കമന്റ്സ് ഒക്കെ ഒരു മാസത്തിന് മുന്നേ ബിഗ് ബോസ് തുടങ്ങി ആദ്യത്തെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് തിരിച്ചായിരുന്നു. അതായത് ബിഗ് ബോസ് ജിസേലിനോടും ലാലേട്ടൻ ജിസേലിനോട് കുറച്ച് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ജിസേലിന് ഇവിടെ സപ്പോർട്ട് കൂടുതലാണ്, ബിഗ് ബോസിന് മൊത്തത്തിൽ ജിസേൽ ആര്യൻ കൂട്ടുകെട്ടാണ് ഇഷ്ടം, അനുമോളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുള്ളതും കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഈ പ്രേക്ഷകര് അവരുടെ അന്നേരത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുകയാണോ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നേയില്ല. പിന്നെ എല്ലാവരും ഈ പറയുന്ന കുറേ വോട്ടിംഗ്, അൺഒഫീഷ്യൽ വോട്ടിംഗ് എടുത്തു വെച്ചിട്ട് നെവിനും ഒനീലുമാണ് ഔട്ടാകാൻ പോകുന്നതെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ആഴ്ച ഞാനും എക്സ്പെക്ട് ചെയ്തത് ഓക്കെ ഇവർ രണ്ടുപേരാണ്. ഈ അൺഒഫീഷ്യൽ വോട്ടിങ്ങിൽ പോലും ഇത് മാച്ച് ചെയ്ത് വരാറുണ്ട്. ഈ ഹോട്ട്സ്റ്റാറിലെ വോട്ടിങ്ങും അൺഒഫീഷ്യൽ വോട്ടിങ്ങും മാച്ച് ചെയ്ത് വരാറുണ്ട്. പിന്നെ കുറെ പേര് പറഞ്ഞത് PR വെച്ചിട്ട് ഈ പൈസ കൊടുത്ത് മറ്റുള്ളവരുടെയൊക്കെ, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, PR ഉള്ളവർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഈ പറയുന്ന ഹോട്ട്സ്റ്റാർ ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കുറച്ച് ലോഗിൻ IDsകൾ എടുത്തിട്ട് അത് കാശ് കൊടുത്തിട്ട് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പറഞ്ഞ ഒരു PR ശക്തമായിട്ടുള്ള ഒരു വ്യക്തിക്ക് നല്ലപോലെ വോട്ട് കിട്ടുകയും ബാക്കി ഇനി എന്തൊക്കെ അവർ നന്നായിട്ട് കളിച്ചാലും എത്ര സ്ക്രീൻ സ്പേസ് അവർക്ക് കിട്ടിയാലും ഈ പറയുന്ന ഒരൊറ്റ വ്യക്തിക്ക് മാത്രം വോട്ട് കിട്ടുന്നത് സംശയിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ വലിയ വലിയ ഇലക്ഷൻ, റിയൽ പൊളിറ്റിക്സിൽ ഇലക്ഷൻ വോട്ടുകളൊക്കെ അട്ടിമറികൾ സംഭവിക്കുമ്പോൾ ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയിൽ ഇത് സംഭവിക്കില്ല എന്ന് പറയുന്നത് ഒരു പൊട്ടത്തരമാണ്. സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ കാണുമ്പോൾ. അപ്പോൾ ഏതായാലും നമുക്ക് അതിന്റെ ഒരു വലിയൊരു തലത്തിലേക്കൊക്കെ പോകാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ കുറേ സീസണുകളിലായിട്ട് PR വർക്കുകൾ നന്നായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസിൽ ഒരാൾ ജയിക്കൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് ഭയങ്കര മോശമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒനീലാണെങ്കിലും ഇപ്പൊ പോകേണ്ട കാര്യം ഇല്ലായിരുന്നു. കാരണം ഒനീല് ഇവിടെ നിന്ന് കപ്പടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഒനീലിൽ നിന്നും കപ്പടിക്കാനുള്ള യോഗ്യതയില്ല എന്നുള്ളത് ഒനീല് തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ജിസേല്, അബി ഇവരൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പൊ ജിസേലും എവിക്റ്റ് ആകുന്ന ഒരു സമയത്ത് ഈ ബിഗ് ബോസ് ഹൗസിലെ മറ്റാ ഒരു ടീംമേറ്റ്സിന്റെ ഇടയിൽ അവർ തന്നെ ചിന്തിക്കും, ജിസേൽ ഔട്ടായോ, അപ്പൊ നമ്മളൊക്കെ കളിക്കുന്നത് അപ്പൊ ഇങ്ങനെ കളിച്ചാൽ മതിയോ എന്നുവെച്ചാൽ അവരെ വിലയിരുത്തുമ്പോൾ ഇവരൊക്കെ ഔട്ടായി, അപ്പൊ ഇവരെക്കാട്ടി നമ്മൾ ബെറ്റർ ആണോ എന്ന് ചിന്തിക്കുന്ന ലെവലിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഏതായാലും പ്രൊമോ വന്നതിനകത്ത് ഇവരെ ഇത്രയും പേരെയും ഒരു ഡാർക്ക് റൂമിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് റെഡും ഗ്രീനും ലൈറ്റ്സ് ഇങ്ങനെ മിന്നി മിന്നി വരും. അതിലെന്തായാലും ജിസേല് മാത്രമായിരിക്കും റെഡ് ലൈറ്റ് വരാൻ പോകുന്നത്, ബാക്കി എല്ലാവരും ഗ്രീൻ ലൈറ്റ് വന്ന് സേവ് ചെയ്യാനാണ് സാധ്യത. ഏതായാലും ജിസേല് പോകുന്നതിനകത്തോട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ജിസേല്, ആര്യൻ, അനുമോള് ഇവരുടെ ഒരു തുടക്കം തൊട്ടുള്ള ഒരു വഴക്കായിരുന്നു ബിഗ് ബോസിനെ സജീവമാക്കി നിർത്തിയത്. അപ്പൊ അതിൽ തന്നെ ഇവരൊക്കെ ഈ ഒരു ടോപ്പ് 5 വന്നിട്ട് ഇപ്പം ജിസേൽ ആയിക്കോട്ടെ, അനുമോൾ ആയിക്കോട്ടെ, ആര്യൻ, അക്ബർ ഇവരൊക്കെ അതിനൊരു കേപ്പബിൾ ആണ്. ടോപ്പ് 5 വരാൻ ഇവരൊക്കെ കേപ്പബിൾ ആണ്. ഈ ഒരു സീസണിൽ ഇവരൊക്കെ ഉള്ളൂ കേപ്പബിൾ ആയിട്ട്. ബാക്കി വലിയ വലിയ പ്രശ്നങ്ങളോ വലിയ സംസാരങ്ങളോ ഉള്ള ഒരു സീസണായിട്ട് എനിക്ക് ഈ ഒരു സീസൺ ഫീൽ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ പഴയ സീസൺ കമ്പയർ ചെയ്യുമ്പോൾ 3ാമത്തെ സീസൺ, 4ാമത്തെ സീസൺ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സീസണൊക്കെ വളരെ എന്താ പറയാ, പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയ ഒരു ഫീൽ ഗുഡ് സീസൺ ആണ്. ആകെ കൂടി യുവത്വങ്ങളൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുള്ളത് ഫുഡിന് വേണ്ടിയിട്ടാണ് എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു പാവങ്ങളുള്ള ഒരു സീസൺ ആണെന്ന് പറയേണ്ടി വരും. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ. ആ കൂടി പ്രശ്നങ്ങൾ ഇപ്പോഴും പുതപ്പിന്റെ അടിയിലുള്ള പ്രശ്നങ്ങൾ, അവരുമായിട്ട് കൂട്ടുകൂടി ഇവരുമായിട്ട് കൂട്ടുകൂടി ഫുഡിന് വേണ്ടിയിട്ട് അടി, ഫുഡ് മോഷ്ടിച്ചു കൊണ്ടുപോയി, ഇതല്ലാതെ വേറൊരു പ്രശ്നങ്ങളില്ല. ഈവൻ ലക്ഷ്മി വന്ന് ഇത്രയും ഈ നിസാര പ്രശ്നങ്ങളൊന്നും അല്ല, എനിക്ക് കുറച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വന്ന് കയറിയ ലക്ഷ്മിക്ക് പോലും ആ പ്രശ്നമൊന്നും അവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല. അതായത് LGBTQ കമ്മ്യൂണിറ്റിയെ ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ളവരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ. അപ്പൊ അവരുടെയൊക്കെ വോട്ട് തനിക്ക് കിട്ടും എന്നുള്ള ഒരു സൂത്രവാക്യമാണ് ലക്ഷ്മി കാണിച്ചത്. ഞാൻ അത് മറ്റൊരു വീഡിയോയിൽ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എല്ലാ വിഷയങ്ങളെ കുറിച്ചും കണ്ട് മനസ്സിലാക്കിയിട്ടൊരു ലൈവ് കണ്ടിട്ട് വന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളിപ്പോൾ കമന്റ് ചെയ്യാറുണ്ട് ലൈവ് കണ്ടിട്ട് പറയുന്നു. ഞാൻ ലൈവ് കണ്ടിട്ട് മാത്രമേ പറയൂ. ലൈവ് ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഞാൻ ലൈവ് കണ്ടിട്ടില്ല. ലൈവ് കാണാതെ ഞാൻ വീഡിയോ ചെയ്യില്ല. അപ്പോൾ ഏതായാലും ശരി,
ജിസേൽ പോകുന്നു എന്നുള്ളത് ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചധികം കോണ്ടന്റ് അവിടെ ഈ പറയുന്ന അനുമോൾക്കും അതുപോലെ ആര്യനും ഒക്കെ തന്നെ കിട്ടിയേനെയായിരുന്നു. മേ ബി പുള്ളിക്കാരുടെ കയ്യിൽ അന്ന് ആ ഒരു ഇഞ്ചുറി വന്നതിന് ശേഷമായിരിക്കാം ഡൗൺ ആയിട്ടുണ്ട്. ഡൗൺ ആയി എന്നുള്ളത് ഉറപ്പാണ്. അതിനുശേഷമാണ് അവരിപ്പം വീണ്ടും ഒന്ന് ആക്റ്റീവായി വന്നു എന്നുള്ളതും സത്യമാണ്. പക്ഷെ ആദ്യം കരുതിയത് ആ ഒരു ആര്യനെ ഒന്ന് കീഴ്പ്പെടുത്തി വെച്ചിട്ട് പുള്ളിക്കാരി നന്നായിട്ട് കളിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ആര്യൻ എല്ലാ തലവും മനസ്സിലാക്കി ജിസേലിനെ ശരിക്കും പറഞ്ഞ ജിസേലാണ് അവിടെ തോറ്റുപോയത്. ആര്യൻ അവിടെ ജയിക്കുകയാണ് ചെയ്തത്. ജിസേൽ വന്ന ആ ഒരു ഗെയിം സ്പിരിറ്റ് നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം എവിക്റ്റ് ആകുന്ന അവസ്ഥയിലേക്ക് വന്നത്. പുള്ളിക്കാരിക്ക് അങ്ങനെ PR ഉള്ളതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മലയാളികളുടെ ഇടയിൽ PR കൊടുക്കാൻ പാകത്തിന് ഇപ്പം അനൗൺസ് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് സീസൺ 7 റിയലി ആ ഒരു വീഡിയോ വരുന്ന ആ ഒരു 2 ദിവസത്തിനകത്തൊക്കെയാണ് ജിസേൽ തക്രാൾ എന്നുള്ള ഒരു പേര് എല്ലാവരും അറിയുന്നത്. അതും പേരെല്ലാവരും ആ സമയത്ത് തെറ്റിച്ചു പറഞ്ഞായിരുന്നു. കറക്റ്റായിട്ടൊരു ജിസേൽ തക്രാൾ എന്ന് പറയുന്ന ഒരു പേര് പ്രൊനൗൺസ് ചെയ്യാൻ പോലും എല്ലാവർക്കും അറിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു വലിയൊരു PR ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ് ജിസേൽ. മേ ബി അതും ഒരു റീസൺ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ജിസേൽ? ഇപ്പം ഓൾമോസ്റ്റ് അനുമോളുടെ ഫാൻസ് ആണ് ജിസേലിനെ എതിർത്ത് പറയാറ്. ജിസേലിന്റെ അല്ലെങ്കിൽ മറ്റു കുറച്ചധികം ആര്യന്റെയൊക്കെ ആ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നവർ പോസിറ്റീവായിട്ടായിരിക്കും പറയാറ്. അപ്പോൾ നിങ്ങളുടെ കമന്റ്സുകൾ എന്തായാലും പറയുക. സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.